ഗൈസ് ഇന്ന് സതോഷിന്റെ ഇവിടെ ആഗമിച്ചിരിക്കുന്ന മുഴുവൻ ശ്രവണപുടങ്ങളെയും നാം സന്തോഷിയുടെ വേദിയിലേക്ക് മോഷ്ടിച്ചിരിക്കുന്നു. അതെ, മനുഷ്യൻ മാത്രം പ്രാകൃതനാകണമെന്ന് അകമറിഞ്ഞ് ചോദിക്കേണ്ടതായിരിക്കുന്നു. ഇതാ അടുത്ത ഒരു പിന്നോട്ടുമുട്ടി സതോഷി കലാരൂപം അണിയിച്ചിരിക്കുന്ന മഹാനാടക കസരത്ത് അകം അകം അകം. അകം ഇങ്ങനെതാ അകം 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 വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളെ പോലെ തന്നെ സെയിം ഒരു ക്യൂരിയോസിറ്റി എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് ഞാനും വന്നത്. അപ്പോൾ ഇന്ന് നല്ല രസം ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. പുതിയൊരു പരിപാടി ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് തന്നെ ആ ഒരു ഇൻട്രോ വന്ന സമയത്ത് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ലൈക്ക് അതിന്റെ കുറെ കാര്യങ്ങളും ഭയങ്കര നോളജ് ഉണ്ട് ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട്. ഇവര് നല്ലോണം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോളജൊക്കെ നമുക്ക് പാസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണുന്നുള്ളത്. ആൻഡ് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് വെൽക്കം. നമ്മൾ ഓരോ ബാച്ചിനും പ്രോജക്റ്റ് കൊടുക്കുന്നതാണ്. ആൻഡ് പ്രോജക്റ്റിന്റെ ഇന്റൻഷൻ എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ ഇന്റൻഷൻ ഞാൻ കാണുന്നുള്ളത് നാടകം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ലൈക്ക് എന്താ പറയുക, നമ്മളങ്ങനെ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു മൂവിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. ആൻഡ് അതേപോലെ തന്നെ ഏറ്റവും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം കൂടിയാണ് നാടകം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സതോഷി. ആൻഡ് എല്ലാവരും ഓണല്ലേ, നോമ്പായിട്ട് ക്ഷീണമൊന്നുമില്ലല്ലോ, ഇല്ലല്ലോ അല്ലേ? അറിയുന്നില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷം അറിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സതോഷിനെ വെൽക്കം ചെയ്യാം. ആൻഡ് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ആൻഡ് അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നോമ്പിന്റെ ക്ഷീണമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെല്ലാം കണ്ടറിയാം. ക്ഷീണം. അതെ, അകം ചുരുളയിൽ അകത്തിന്റെ വേദിയിൽ സ്വാഗതം ഒതുവാൻ വേണ്ടി സതോഷി അങ്ക അനഘ എഴുന്നള്ളുന്നു. നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രോപ്പർ നാടകം എന്നുള്ള ലെവലിൽ തന്നെയാണ്. പക്ഷേ എത്രമാത്രം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമുക്കറിയില്ല. ടൈം പീരീഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നാടകം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകള്, അതായത് അവരുടെ വിപ്ലവത്തിനും അനീതിക്കും എതിരെയൊക്കെ ആയിട്ട് അവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ നാടകം എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ ബലികുടീരങ്ങളെ പാട്ടുകള്, പിന്നെ അതുപോലെ തന്നെ പൊന്നരിവാളമ്പിൽ കല്ലെറിയുന്നോളെ എന്നുള്ള ഈ പാട്ടുകളൊക്കെ വന്നിട്ടുള്ളത് നാടകത്തിൽ നിന്നാണ്. പക്ഷേ ഇതെല്ലാം ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും പാടി നടക്കുന്ന ഈ ഒരു സിനിമാ പാട്ടുകൾ ഉണ്ടല്ലോ, ഇതിനു പകരം പണ്ടത്തെ ആളുകൾ പാടി നടന്നിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഈ നാടകത്തിന്റെ ബാക്കിലുള്ള പ്രവർത്തിച്ച കുറച്ച് പേരുടെ ഈ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ട് അത് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ നമുക്ക് കിട്ടിയ അതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വെൽക്കം ടു അകം. ലോഗോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാടകം നടക്കാൻ വേണ്ടി വേണ്ടത് സ്ക്രിപ്റ്റും ആക്ഷനുമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു 3-fold പേപ്പർ മീൻസ് സ്ക്രിപ്റ്റ്, പിന്നെ ഇമോഷൻസും ക്യാരക്ടേഴ്സുമാണ്. പിന്നെ നാടകത്തിൽ ഓവർ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണൊന്ന് ഉരുട്ടിച്ചു. അകന്ന് പേര് വന്നത് നാടിൻ്റെ അകത്തുനിന്നാണ്. അപ്പം നാടകം എന്ന് പറയുന്നത് നാടകം കളിക്കുന്ന ആൾക്കാരുടെ അകമാണ് നാടകം. അപ്പം അകം പേരുണ്ട്. താങ്ക് യു. ഗൈസ്, നമ്മുടെ നാടകത്തിലേക്ക് പുതിയ അതിഥി വന്നിട്ടുണ്ട്. സകൃതായ നാട്ടുകാരി ഇന്നിവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോമ്പ് മുറിയൂല. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അകം അകം എന്ന നാടകമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ജെൻസിയും നാടകവും, അതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്. ശ്രോതാക്കളെ, നിങ്ങളിന്ന് കാണുന്ന അതിന്റെ രാഗവും താളവും മനസ്സിലാക്കി ആ തിരമാലകളെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അണിയിക്കാൻ ഇതാ നിങ്ങളുടെ നാടകത്തിന്റെ എരിവുകൾ, മധുരങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നു. അകം നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷമാവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. നാടകത്തെ പറ്റി കൂടുതൽ അറിയാനുള്ള ശ്രമം നമ്മൾ ഫസ്റ്റ് എത്തിച്ചേരുന്നത് കരീം സാറിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പ കോളേജിൽ നാടക സെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നാടകത്തിന്റെ പിന്നിലുള്ള ഇത്രക്കാരം എഫേർട്സും എങ്ങനെയാണ് നാടകം വർക്ക് ചെയ്യുന്നുള്ള കാര്യം. നാടകം മനുഷ്യനുള്ള കാലത്തോളം നിൽക്കുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ മുമ്പിൽ ബഹുമാനം അഭിനയിക്കുക, ഉള്ളിലതില്ല. ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അതേപോലെ നല്ല ആളായിട്ട് നിങ്ങളെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടാണ്. ഞാനൊക്കെ ചെറിയ കാലത്താവുന്ന സമയത്ത് നമ്മളോരോ കലാസമിതികളുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും ഭാഗ്യമല്ല. ഓരോ പ്രദേശത്തൊരു 10-15 കലാസമിതി ഉണ്ടാവും. അത് പ്രദേശത്തൊരു 15ഓളം നാടകങ്ങൾ വീതം അവർക്ക് നാട്ടുകാരെന്നെ അഭിനയിച്ചിട്ടുള്ള പങ്കെടുക്കും. പക്ഷെ അന്നൊക്കെ ആദ്യം കൊടുക്കുന്ന ചെറിയ രീതിയിൽ ഗാനമേള ഇതൊക്കെ എടുത്ത് നാടകത്തിൻ്റെ പേരായിരുന്നു. അതിൻ്റെ ഏറ്റവും എക്സാഗ്രേറ്റ് ചെയ്തിട്ടും ഏറ്റവും ബൂസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്ന നാടകം. പിന്നീട് നമ്മൾ ഇവിടെ വന്ന് ടെലിവിഷൻ വന്നതോടുകൂടി നാടകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഷെയർ കുറഞ്ഞു. പിന്നെയാണ് ഈ നാടകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാള സിനിമ ഉണ്ടായത്. നിങ്ങൾ പഴയ സിനിമ കണ്ടാൽ ഒരു നാടകം ഷൂട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നും. കാരണം നാടകത്തിൽ നിന്ന് വന്ന ആളുകളും നാടക പ്രവർത്തകരും അന്നൊരു ക്യാമറയിലേക്ക് ഒരു നാടകം ഷൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് ചില സിനിമയിലൊക്കെ ഷീലൊക്കെ ഞെട്ടുന്നിട്ട് ഇങ്ങനെയൊക്കെ ഞെട്ടിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ, അതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ്. ഇപ്പോൾ 40-40 വർഷമായി നാടകത്തിൽ തന്നെയാണ്. ആക്ടിംഗ് ആണ് എൻ്റെ കോൺസെൻട്രേഷൻ. ആക്ടറാണ് ബേസിക്. ബാക്കി എഴുതാനും നാടകം എഴുതുകയും ചെയ്യും, സംവിധാനം ചെയ്യുകയും ചെയ്യും. ആക്ച്വലി അതിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് ആയിരുന്നു. സോ വി ജസ്റ്റ് ട്രൈ ടു കണക്ട് വിത്ത് ദം. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി. ആ ടൈമിലാണ് ഇലാലയിൽ ഇതുപോലൊരു വേക്കൗസി എന്ന് പറഞ്ഞ നാടകം നടക്കുന്നത് നമ്മൾ അറിയുന്നത്. എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു ഐ എം ഹാപ്പിയസ്റ്റ് ഓൺ സ്റ്റേജ്. അപ്പോൾ എനിക്കത് കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യണം. ഓൾ ആക്ടേഴ്സ്, മേക്കേഴ്സ്, ഓൾ ടെക്നീഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു നാടകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാണാൻ നോക്കണം. അപ്പോൾ ഐ എം റിയലി ഗ്ലാഡ് ഓൾ ഓഫ് യു ആർ ഡൂയിങ് തിയേറ്റർ ആൻഡ് പർസ്യൂയിങ്. I like an open book that you can read in your own time at your own convenience. But to me, you are still a great esprit. My name is Bashir. Baitul Muhammad Bashir. What is your name? Narayani. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. Very nice. Myself, Nandan Muttappa. PGDPP. Postgraduate diploma is in the pocket. ഈ നടൻ ചെയ്യാൻ കാരണം ഞങ്ങളുടെ ഡയറക്ടർ പാത്രമേടെ ആരും പിന്നെ എൻ്റെ പാത്രമേടെ ആനന്ദായിരുന്നു. ഈ 2 സ്റ്റോറീസ് ട്രാൻസ്ലേഷൻ വായിച്ചു. ഈ ഡസിനോ മലയാളം, ഇത് തമിഴ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഹി വെരി ഇൻട്രസ്റ്റഡ്. ദെൻ വി ഞാൻ ആ കളക്ഷൻ വാങ്ങിച്ചു, കളക്റ്റഡ് വർക്ക്സ് ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ. അതിനകത്ത് ഞങ്ങൾ പല കഥകൾ വായിച്ചു ഗ്രൂപ്പിൽ. അതിൽ ഞാൻ ഒരു 12-17 കഥകൾ സെലക്ട് ചെയ്തു ഫോർ എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഡ്രമാറ്റിക് പൊട്ടൻഷ്യൽ ഉള്ള കഥകൾ എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഡയറക്റ്റ് ക്ലോസ് ട്രാൻസ്ലേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, why don't you ask me shyly and beautifully? അത് ആ മലയാളത്തിൻ്റെ അത് ആ ഫ്ലേവർ വെക്കാൻ വേണ്ടി കുറച്ച് മലയാളം കൂടെ ചേർത്തിട്ട് വി ക്രിയേറ്റഡ് ദീസ്. ആദ്യം ഇതൊരു സീക്വൻഷ്യൽ പ്ലേ ആണ് കട്ട് ചെയ്തത്, ഓരോ സ്റ്റോറി സെപ്പറേറ്റ്ലി.
പിന്നെ നിങ്ങൾ വിചാരിച്ചു വൈ നോട്ട് മേക്ക് ഇറ്റ് എ ലീനിയർ പ്രോസസ്. പല സീൻസ് ചേഞ്ച് ചെയ്ത് പുതിയ സീൻസ് ആഡ് ചെയ്ത് ഇത് ഒരു ആക്ടർ ചെയ്ത റോള് മാറ്റിയിട്ട് വേറെ റോള് കൊടുത്തു. അങ്ങനെ പല എവറി ടൈം യു ഡു ഇറ്റ് ഒരു ചാലഞ്ചാണ്. അല്ലാതെ വിശ്വാസം തരാം അത് ചെയ്ത് ഞങ്ങൾക്കെല്ലാം അറിയാം. എല്ലാം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ ചാലഞ്ചായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്നു. ഇപ്പോൾ ജസ്റ്റ് മാംഗോസ്റ്റീൻ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇവിടെ തന്നെ ഞങ്ങൾ ബൈ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് പിന്നെ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് ഇൻഫോക്ക് ആൻഡ് ബിയനാലയിൽ 2 പ്ലേസിൻ്റെ മൾട്ടിപ്പിൾ ഷോസ് ചെയ്തുകൊണ്ടിരിക്കുക ഫോർ ദ ലാസ്റ്റ് 1 month. And it's been my most creatively satisfying 1 month. So yeah, I'm really glad that എല്ലാ ഷോയിലും കുറേ ആൾക്കാരെ കണ്ടു. ഇനിയും ഈ 2 നാടകത്തിൻ്റെ ഷോസ് ചെയ്യുന്നു. അപ്പോൾ ഐ എം വെരി ഹാപ്പി. കോച്ചിൻ്റെ രാജീവ് കൃഷ്ണൻ്റെ ഈ ഒരു നാടകം കാണാൻ വേണ്ടി ഫോക്കിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഷൂട്ട് കാരണം നടന്നില്ല. ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക തന്നെയായിരുന്നു. അതിലത്തെ എല്ലാ സ്റ്റോറീസും നമ്മൾ വായിച്ചിട്ടുള്ള കേട്ടപ്പോഴൊക്കെയാണ് നമുക്ക് ഓഡിയൻസ് റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ ആക്ടിങ്. സോ ആ ഒരു പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലോകധർമ്മി 1991 തുടങ്ങിയൊരു നാടക ഗ്രൂപ്പാണ്. അന്ന് ലോകധർമ്മി എന്നല്ലായിരുന്നു പേര്. അന്ന് ബാസവേദി എന്നായിരുന്നു നാടക സംഘത്തിൻ്റെ പേര്. അതിനുശേഷം അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ തുടങ്ങിയ ആൾ ചന്ദ്രദാസൻ എന്നാണ് സാറിൻ്റെ പേര്. സാറാണ് ഈ നാടക സംഘം ഫോം ചെയ്യുന്നതും കുറച്ച് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം 1997 ലോകധർമ്മി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു തിയേറ്റർ ഗ്രൂപ്പായി മാറി. നമുക്ക് വർക്ക്ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ക്ലാസ്സുകൾ അല്ലാതെ ആക്ടിങ് വർക്ക്ഷോപ്സുകൾ നടക്കുന്നുണ്ട്. പലതരം പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി നാടകങ്ങൾ കുറച്ചുകൂടി ജനകീയമാക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണുന്ന പല നാടകങ്ങളും എനിക്ക് മനസ്സിലാവാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓഡിയൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ അത് വേസ്റ്റാണ്. ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. അതായത് മരുന്ന് കൊടുക്കുന്ന അതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കഴിക്കും. ആ പഞ്ചസാര എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റാണ്, ആ മരുന്ന് എന്ന് പറയുന്നത് അത് തരുന്ന മെസ്സേജും കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ടുണ്ട്. പക്ഷെ അതില്ല. അപ്പം മരുന്ന് മാത്രം കൊടുക്കുന്നുണ്ടല്ല പ്രശ്നം നാടകത്തിൽ കാണാനുണ്ട്. ആക്ച്വലി ഒരു ആക്ടർ ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് വേണ്ട മെത്തേഡ് അയാളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആക്ടിങ് നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായി? നമുക്ക് ഇങ്ങനെയൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. നാടകം എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്, വിഷ്വൽ ടെല്ലിംഗ് ആണ്, മ്യൂസിക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതിന് പല മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവൻ ഡെയിലി ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ കാര്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ പോയത് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിലാണ് തൃശ്ശൂരുള്ള. ഒരുപാട് കാര്യങ്ങൾ നാടകത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷേ സത്യത്തിൽ നാടകം നമ്മൾ പഠിച്ചത് വേദികളിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നാണ്. അവരെ കേട്ടപ്പോൾ, അവരെ കണ്ടപ്പോൾ കയ്യടിയില്ലെങ്കിലും പറയേണ്ടത് പറയാൻ കാണുന്ന ധൈര്യം, അതാണ് നാടകം. ആക്ച്വലി എനിക്ക് പറയാനെന്ന് വെച്ചാൽ വി ആർ സോ ഹാപ്പി.
എന്ന് പറയണമെന്നായിരുന്നു. പക്ഷെ ഈ നാടകം ഈ ഒരു തീമിലേക്ക് വന്നതിന് ശേഷം എൻ്റെ തോട്ടേ മാറിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാംഗോസ്റ്റി എന്ന് പറഞ്ഞൊരു നാടകം കാണാൻ പോയി. ബിനാലയിൽ വെച്ചായിരുന്നു നടക്കുന്നത്. കാണാൻ പോയ സമയത്ത് പൊതുവെ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും കണ്ടുവരുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ടർക്ക് വേറെ പ്രയോറിറ്റി, ഡയറക്ടർക്ക് വേറെ പ്രയോറിറ്റി, അങ്ങനെ ഒന്നുമില്ല. ഈ സെറ്റ് ഇവരെല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു ഇത് ബൈറ്റ് വേണമല്ലോ എന്നുള്ള രീതിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കുമ്പം ദർശനയും അവിടെ വർക്ക് ചെയ്ത എല്ലാവരും കൂടിയാണ് അവരുടെ ആ സെറ്റ് കഴിച്ചു മാറ്റുന്നത് കണ്ട്. അപ്പോൾ ഈ നാടകത്തിൽ പലരും നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ അങ്ങനെ പ്രയോറിറ്റൈസിങ് ഇല്ല, ഒരു എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ സന്തോഷി അതുപോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരോടും അതുപോലെ ആയാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും എനിക്ക് പറയാൻ തോന്നുന്നു. ആൻഡ് ഈ ഡോക്യുമെന്ററി കിട്ടിയപ്പോൾ നമുക്ക് ആർക്കും ഇത്ര ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തന്നെ ഡോക്യുമെന്ററിയോ നമുക്കോ എന്നുള്ളൊരു തോട്ടിലായിരുന്നു. പക്ഷെ ഇപ്പം നാടകം നമ്മൾ ഒരു 10-12 ടോപ്പിക്ക് കടന്നു വന്നിട്ടാണ് നമ്മൾ നാടകത്തിലെത്തുന്നത്. പക്ഷെ നാടകം എടുത്തപ്പോൾ ആദ്യം ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഇപ്പം അതൊക്കെ മാറി. പക്ഷെ നാടകത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു. നബാൻക പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്റ്റാർട്ടിങ് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കണ്ടല്ലാണ്ട് നാടകത്തെ കുറിച്ച് നമുക്ക് ആർക്കും കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. ഫസ്റ്റ് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് കരീംക. ആളുടെ അടുത്ത് പോയപ്പോഴാണ് നാടകം എന്താണ് ഒരു ബേസിക് ഒരു സാധനം നമുക്ക് കിട്ടി തുടങ്ങിയത്. ഈ ദർശനന്റെ ക്ലിപ്പ് കിട്ടുന്നതെന്ന് വെച്ചാൽ വീഡിയോ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. ബിനാലയിൽ പോയി നോക്കി ആളുടെ ഒരു മാംഗോസ്റ്റി എന്ന് പറഞ്ഞൊരു നാടകം അവിടെ നടക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് പോയി നോക്കി കിട്ടൂലെന്ന് വിചാരിച്ച സാധനം നമ്മളുടെ ലുക്ക് കൊണ്ടോ എന്തോ നമുക്കത് കിട്ടി. പിന്നെ പറയാനുള്ളത് സ്കൂൾ ഓഫ് ഡ്രാമ ലോകധർമ്മി എന്നുള്ളത് പറഞ്ഞിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ആക്ടിങ് പ്രോസസ്സ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒന്ന് വർക്ക്ഷോപ്പിനൊന്ന് പോയി നോക്കാന്നുള്ള രീതിയിൽ ചെന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിൽ അവിടെ മെന്ററായിട്ട് വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നാടകം ആക്ടിങ് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു സാധനമല്ല, ജസ്റ്റ് എന്താണെന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം അവിടെ നിന്ന് പറഞ്ഞു. ആൻഡ് താങ്ക് യു. സന്തോഷികൾ നാടകഭാവങ്ങളുടെ ചലന ആട്ടങ്ങളെ ലിഖിത രൂപത്തിലേക്ക് പ്രതിഫലിപ്പിച്ചുകൊണ്ട് നാടക പൈതൃകത്തിന്റെ തനതായ ശൈലിയെ ധവളക്കടലാസിന് മേൽ മസികൊണ്ട് പുരട്ടി ഉൾക്കൊള്ളിച്ച് സന്തോഷി തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനം വേദിയിൽ പ്രകാശനം ചെയ്യുവാനായി ഹെക്കയുടെ നെടുന്തോൾ ശ്രീമതി ആതിരായുജിയെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സഹൃദയരെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പം ഇതാണ് അവരുടെ മാഗസിന്. അവർ വളരെ വണ്ടർഫുൾ ആയിട്ട് ലിറ്ററേച്ചറും നാടകവും അതേപോലെ തന്നെ ഡിസൈൻ, കാരിക്കേച്ചർ എല്ലാം അവർ ഇൻക്ലൂഡ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാഗസിനാണിത്. ആൻഡ് ഐ എം സോ പ്രൗഡ്. ഇതിപ്പം ദർശന പറഞ്ഞ പോലെ ഐ എം വെരി ക്രിയേറ്റീവ്ലി സാറ്റിസ്ഫൈഡ് ഇവരിത് ചെയ്തതിൽ. നാടകം എന്ന് പറയുന്ന ഒരു കാര്യം അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ടുഗദർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നാടകവേദികളിലാണ്. നമ്മളിപ്പോൾ ഒരു നാടകം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു 7 ദിവസം ഉണ്ടായിരുന്നത്. ആ 7 ദിവസത്തില് ഈ മാഗസിന് വേണ്ടി ഇരുന്നത് ഒരു 2 ഡേയും 2 നൈറ്റുമാണ്. ആ 2 നൈറ്റും നമ്മളെ സന്തോഷിൽ ആരും ഉറങ്ങിയിട്ടില്ല. ഈ നിമിഷം വരെ ഇന്ന് രാവിലെ വരെ നമ്മൾ പണിയെടുത്തിട്ടാ രാവിലെ മാഗസിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചിയിൽ പോയി, അതുപോലെ തൃശ്ശൂർ പോയി, അതിൻ്റെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഡ്രാമകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാ സാധനവും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് മാഗസിൻ. പിന്നെ എഡിറ്റ് രീതിയിൽ ഞാൻ മാത്രമല്ല ഇതിൽ പണിയെടുത്തിട്ടുള്ള, നമ്മൾ 25 പേരും ഇത് നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ഹായ്, ഹലോ. ഈ പാട്ട് ഞാനും മാച്ചാവിടാം. അതായത്
സത്യം പറഞ്ഞാൽ UG ഒക്കെ ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് ഭയങ്കര എക്സ്പ്രസീവ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് അഭിനയമാണോ അല്ലെങ്കിൽ ശരിക്കത്തെ എക്സ്പ്രഷൻ, അതായത് ശരിക്കും പറയാം ഞാനിങ്ങനെ നാടകത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലി അതിനെ പറ്റിയിട്ടോ ഒന്നും പറയാറില്ല. പക്ഷെ ഇവിടെ കണ്ടെടുത്തോളം ഇത് വലിയ എന്തോ പരിപാടിയാണെന്നുള്ള മനസ്സിലാക്കിയത്. അതായത് മനുഷ്യന്മാർ ഇപ്പോഴും നാടകം ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണം. അതിൻ്റെ ബാക്കിൽ ഇതുവരെ ഞാൻ കണ്ടിട്ട് തന്നെയല്ല, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പരിപാടികളൊന്നും കാണലില്ല. അപ്പോൾ അതെ, ഭയങ്കര അടിപൊളി പരിപാടിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ പരിപാടി ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ മാഗസിൻ 2 ദിവസം കൊണ്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എഫേർട്ട് അവർക്കറിയാം. പിന്നെ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടി ബാക്കിയുള്ളവർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത്ര ചെറിയ ടൈമിൻ്റെ ഇടയിൽ ഇവർക്ക് 7 ദിവസമാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ 14 ദിവസം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ രാത്രി 1 മണിക്കൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും ലൈറ്റ്. അപ്പോൾ ഇവർ ബാക്കിൽ അത്രയും പണി എടുത്തിക്കണ്. ആൻഡ് വേറെ ഭയങ്കര എന്താ പറയുക ഇതായിട്ട് പറയാനൊന്നുമില്ല, കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിൻ്റെ സെറ്റപ്പും പരിപാടികളും എല്ലാ കാര്യങ്ങളും ഭയങ്കര രസമുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് ബാക്കിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഭയങ്കര രസമുണ്ട് അവിടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാവോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഏതെങ്കിലും ഒരാളൊരു ചെറിയൊരു റിവ്യൂ പറഞ്ഞില്ലേ മോശമല്ലേ? ഓക്കെ, ഇപ്പൊ ആരാ? ഹലോ, നസീഫ്, അത് കോസ്മിക് ബേസ് ആണ്. ഞാൻ 2 നാടകം മുമ്പ് കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ നാടകം മരുന്നെടുക്കുന്ന പോലെ മരുന്നും പഞ്ചസാര കൊടുക്കുന്ന പോലെ ആ ഒരു ബാലൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടതിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ 2 കണ്ടിട്ട് ഒരെണ്ണം എനിക്ക് തീരെ മനസ്സിലായില്ല, ഒരെണ്ണം ഏകദേശം മനസ്സിലായി തോന്നുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ പറയാന്ന് വെച്ചാൽ ഇവിടെ ഇവർ ചെയ്തിട്ട് കറക്റ്റ് ആ ബാലൻസ് ഉണ്ട്. ആ പ്രത്യേകിച്ച് പറയും, നേരത്തെ പറഞ്ഞ മൈക്കി പറഞ്ഞ് അത് കറക്റ്റ് മനസ്സിലായി. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളിയായിരുന്നു. ഡോക്യുമെന്ററി കിട്ടിയിരുന്ന സാധനമാണ്. ആ എഡിറ്റ് ചെയ്ത പിന്നെ പ്രസന്റേഷൻ എല്ലാം നൈസായിട്ടുണ്ട്. അഭിമാനങ്ങൾ പിന്നെ പറയാനും തോന്നി. ലൈക്ക് ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ അറിയാം. അപ്പോൾ ഇവരെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് പേര് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്നെ എപ്പോഴും നോക്കുമ്പോൾ കാണില്ല, ഹോസ്റ്റലിൽ കാണില്ല. അപ്പോൾ നീ എപ്പോഴെത്തിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവിടെ ഞാൻ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്കോ, അല്ലടാ മോർണിംഗ് 5 മണിക്ക് എത്തിയെന്ന് പറയും. അപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ടുണ്ട്, അത് കാണാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് തന്നില്ലേ, അതിലൊരു QR കോഡ് ഉണ്ട്, ആരെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയോ? അതിലവരൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് തോന്നി. ആ എടുത്ത എഫേർട്ട് അതിൽ കാണുന്നില്ല. പിന്നെ ഡോക്യുമെൻ്ററി ആണെങ്കിലും ഇവിടെ കണ്ടു. എനിക്കറിയാതെ ഇങ്ങനെ ഗൂസ് ബംസ് വന്നു തുടങ്ങി. ഇങ്ങനെ ആ ഒരു തീം നിങ്ങൾ പാസ് ചെയ്യുന്നതും ആ ഒരു എൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റിംഗ്.